NIOS +2 പൊളിറ്റിക്കൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ ഭാഗമായി ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. 21. The President of India may issue a proclamation to impose in a state if she or he is satisfied that dash machinery has failed in the state. സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിൽഡ് ആവുമ്പോഴാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ അവിടെ വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നുള്ള ആ വാക്കാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി in case of financial emergency, the president may ask the states to dash the salaries of all or any of dash employees. ഇവിടെ റെഡ്യൂസ് എന്നുള്ള വാക്കാണ് വരേണ്ടത്. റെഡ്യൂസ്, സാലറി റെഡ്യൂസ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ആണ്. ഓൾ ഓർ എനി ക്ലാസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഗവൺമെൻറ്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം. ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ ഡാഷ് ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് കേട്ടോ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇനി ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് എ ഡാഷ് സ്ട്രക്ചർ. അവിടെ എന്താ വരേണ്ടത്? ഫെഡറൽ സ്ട്രക്ചറാണ് വരേണ്ടത്. ഫെഡറൽ സ്ട്രക്ചർ. ഓക്കെ, ഇനി 23ാമത്തെ ചോദ്യം. ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ഇൻ വൺ വേർഡ്. വൺ വേർഡിൽ നമ്മൾ ആൻസർ ചെയ്യണം. ബൈ വിച്ച് അമെൻമെൻറ്റ് വാസ് ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 42nd അമെൻമെൻ്റ് ആണ് കേട്ടോ, 42ാമത്തെ അമെൻമെൻറ്റ്. ഇനി under which article of the Indian Constitution was the list of fundamental duties added in the Constitution? 51A ആണ് അതിൻ്റെ ആൻസർ. ഇനി 24ാമത്തെ ചോദ്യം. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളറ്റേറിയറ്റ് മീൻസ് ദ റൂൾ ഓഫ് ദി ഡാഷ് ക്ലാസ്. റൂൾ ഓഫ് വർക്കിംഗ് ക്ലാസ് ആണ് ആൻസർ കേട്ടോ, വർക്കിംഗ് ക്ലാസ്. ഇനി അടുത്തത്, മാർക്സിസം വാസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ഡാഷ്. മാർക്സിസം എന്തിനെതിരെയുള്ള റിയാക്ഷൻ ആയിരുന്നു? ക്യാപിറ്റലിസം ആണ് കേട്ടോ, ക്യാപിറ്റലിസത്തിനെതിരെയുള്ള റിയാക്ഷൻ ആയിരുന്നു മാർക്സിസം എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ചോദ്യം. ലിബറലിസം ഈസ് എ ഫിലോസഫി ഫുൾ ഓഫ് ടെൻഷൻ. ഓൺ ദി വൺ ഹാൻഡ് ഇറ്റ് അൺഫോൾഡ്സ് ദ ഫ്ലാഗ് ഓഫ് ഡാഷ് and on the other hand argues for dash. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ലിബറലിസം ഈസ് എ ഫിലോസഫി ഫുൾ ഓഫ് ടെൻഷൻസ്. ഓൺ ദി വൺ ഹാൻഡ് ഇറ്റ് അൺഫോൾഡ്സ് ദ ഫ്ലാഗ് ഓഫ് ഫ്രീഡം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫ്രീഡം, ഫ്ലാഗ് ഓഫ് ഫ്രീഡം. ഇനി ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ആർഗ്യൂസ് ഫോർ ഇക്വാലിറ്റി. ഇക്വാലിറ്റി ആണ് അടുത്ത ഭാഗത്ത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് ഗുഡ് ഇൻ സർവോദയ ഗാന്ധിസം ഈസ് നോട്ട് മിയർലി ഡാഷ് ബട്ട് ഈസ് ഡാഷ് ആസ് വെൽ. അവിടെ എന്താണ് ആൻസർ വരിക? ഇവിടെ നോട്ട് മിയർലി വെൽഫെയർ. നോട്ട് മിയർലി വെൽഫെയർ, അതായത് ക്ഷേമം മാത്രമല്ല, ബട്ട് ഈസ് ഡാഷ് ആസ് വെൽ. അവിടെ സെൽഫ് റിയലൈസേഷൻ ആണ് വരേണ്ടത്. ഓക്കെ, സെൽഫ് റിയലൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ദി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡാഷ് ടെക്നോളജി ഈസ് എ വെരി എഫക്റ്റീവ് ടൂൾ ഓഫ് ഗുഡ് ഗവർണൻസ്. എന്ത് ടെക്നോളജി ആയിരിക്കും? ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി കേട്ടോ. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അവിടെ വരുന്നത്. ഇനി അടുത്തത്, പീപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡാഷ് ഓഫ് ഗുഡ് ഗവർണൻസ്. പീപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗുഡ് ഗവർണൻസിൻ്റെ എന്തായിട്ട് നമുക്ക് പറയാം? ഹോൾമാർക്ക് കേട്ടോ.
അപ്പോൾ പീപ്പിൾ കെയറിങ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈസ് എ ഹോൾമാർക്ക് ഓഫ് ഗുഡ് ഗവർണൻസ്. ഇനി 27th ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഓഫ് ഡാഷ് ഈസ് എ മേജർ കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഗ്രോത്താണ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷന് കാരണമാവുന്നത്. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, റിന്യൂവബിൾ റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ഡാഷ്. റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്? എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ. ഇനി 28ാമത്തെ ചോദ്യം, നെയിം എനി 2 നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള 2 റിസോഴ്സസിൻ്റെ പേര് നമുക്ക് പറയാം. ഒന്ന് നമുക്ക് കോള് പറയാൻ പറ്റും, കോള്. പിന്നെ രണ്ടാമത് വേണമെങ്കിൽ പെട്രോളിയം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ പെടുന്നതാണ്. ഇനി നെയിം ദി കമ്മീഷൻ ദാറ്റ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് എൻടൈറ്റിൽഡ് അവർ കോമൺ ഫ്യൂച്ചർ ഇൻ 1987. അവർ കോമൺ ഫ്യൂച്ചർ ഇൻ 1987 ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏത് കമ്മീഷനാണ്? കമ്മീഷൻ്റെ പേര് ബ്രെറ്റ്ലാൻഡ് കമ്മീഷൻ കേട്ടോ. ബ്രെറ്റ്ലാൻഡ് കമ്മീഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, നെയിം എനി 1 NGO ദാറ്റ് വർക്ക്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരു NGOയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു NGOയുടെ പേര് പറഞ്ഞാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഒരു NGO ആണ്. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ റൈറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരു NGOയുടെ പേര് പറഞ്ഞാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഇനി നെയിം എനി 1 ഹിൻഡ്രൻസ് ടു ഗുഡ് ഗവർണൻസ്. ഗുഡ് ഗവർണൻസിന് തടസ്സം നിൽക്കുന്ന ഒരു ഹിൻഡ്രൻസ് എന്താണ്? അഴിമതി അല്ലേ, കറപ്ഷൻ. ഇനി 30ാമത്തെ ചോദ്യം, the identity cards have been introduced to eradicate dash voting or impersonation. എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ദ ഡാഷ് ഐഡൻറ്റിറ്റി കാർഡ്. അവിടെ നമ്മൾ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ് ആൻസർ. ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇറാഡിക്കേറ്റ് ബോഗസ് വോട്ടിംഗ് ഓർ ഇംപേഴ്സണേഷൻ. ഓക്കെ. 31ാമത്തെ ചോദ്യം, as a measure of electoral reform, the voting age was reduced from dash years to 18 years. എത്ര വയസ്സിൽ നിന്നാണ് 18 വയസ്സിലേക്ക് ആക്കിയത്? 21 വയസ്സിൽ നിന്ന് കേട്ടോ. ഇനി ഇറ്റ് ഹെൽപ്പ് ടു ഡാഷ് ദി നമ്പർ ഓഫ് യങ് വോട്ടേഴ്സ്. യങ് വോട്ടേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. യങ് വോട്ടേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി 32, fill in the blanks correctly. The High Court is the dash court in a state and appeals against the decisions of the dash courts are taken to the High Court. High Court is the highest court in a state. ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് ഏത്? ഹൈ കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആൻഡ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദി ഡാഷ് കോർട്ട്സ് ആർ ടേക്കൻ ടു ദി ഹൈ കോർട്ട്. എവിടുത്തെ ഡിസിഷന് എതിരായിട്ടാണ് നമ്മൾ അപ്പീൽ പോകുന്നത്? ലോവർ കോർട്ടിലെ അല്ലേ? അപ്പോൾ ഡിസിഷൻസ് ഓഫ് ദി ലോവർ കോർട്ട്സ് ആണ് അവിടെ ആൻസർ വരേണ്ടത്. ലോവർ കോർട്ട് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോവർ കോർട്ട്സ് ഇൻ എ സ്റ്റേറ്റ് ആർ ബൗണ്ട് ടു ഡാഷ് ദ ഡിസിഷൻസ് ഓഫ് ദി ഡാഷ് വിച്ച് ആർ സൈറ്റഡ് ആസ് പ്രസിഡൻസ്. അപ്പോൾ ഇവിടെ ലോവർ കോർട്ട്സ് ഇൻ എ സ്റ്റേറ്റ് ആർ ബൗണ്ട് ടു ഫോളോ ദ ഡിസിഷൻസ് കേട്ടോ. ഫോളോ ദ ഡിസിഷൻസ് ഓഫ് ഡാഷ്. ഹൈക്കോർട്ടിൻ്റെ ഡിസിഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് കറക്റ്റ്ലി. പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് എ സ്റ്റെപ്പ് ടുവാർഡ്സ് ഡാഷ് ഓഫ് പവേഴ്സ്. പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് എ സ്റ്റെപ്പ് ടുവാർഡ്സ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ്.
ഇപ്പോഴവിടെ ഡീസെൻട്രലൈസേഷൻ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഇനി ദ 73rd amendment ഹാസ് ഗിവൻ ഡാഷ് സ്റ്റാറ്റസ് ടു ദി പഞ്ചായത്തി രാജ് സിസ്റ്റം. എന്ത് സ്റ്റാറ്റസ് ആണ് 73rd amendment പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് കൊടുത്തത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് കറക്റ്റ്ലി. A person is qualified for appointment as judge of Supreme Court if he or she has been a judge of any high court for at least dash years or has been an advocate of a high court for at least dash years. ആൻസർ നോക്കിക്കഴിഞ്ഞാൽ a person is qualified for appointment as judge of Supreme Court if he or she has been a judge of any high court for at least 5 years ആണ്. അതായത് 5 വർഷമെങ്കിലും ഹൈക്കോർട്ടിൽ ജഡ്ജായിരുന്ന ഒരാൾ സുപ്രീം കോർട്ട് ജഡ്ജായി അപ്പോയിൻ്റ് ചെയ്യപ്പെടാൻ ക്വാളിഫിക്കേഷനുള്ള ആളാണ്. അതല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 years ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആൻസേഴ്സ് കിട്ടിയല്ലോ. ഇനി 35ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. അക്കോർഡിംഗ് ടു ഡോക്ടർ B.R. അംബേദ്കർ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റ് ദ ഡാഷ് ബട്ട് ഡസ് നോട്ട് റൂൾ ഓവർ ദി നേഷൻ. റെപ്രസെൻറ്റ് ദി നേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഓൾ ദി ഡാഷ് ഓഫ് ദി ക്യാബിനറ്റ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പ്രസിഡന്റ്. ഓൾ ദി ഡിസിഷൻസ് ഓഫ് ദി ക്യാബിനറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാബിനറ്റിൻ്റെ എല്ലാ ഡിസിഷൻസും പ്രസിഡൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സെക്ഷൻ ബിയിൽ 36ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ എനി 2 powers ഓഫ് ദി സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭ സ്പീക്കറിൻ്റെ 2 പവേഴ്സിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1. മെയിൻറ്റെയിനിങ് ഓർഡർ ഇൻ ദി ഹൗസ്. ദ സ്പീക്കർ എൻഷുവേഴ്സ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ ഡ്യൂറിങ് ഡിബേറ്റ്സ് ഇൻ ലോക്സഭ. അതായത് ലോക്സഭയിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടതും ഹൗസിൻ്റെ ഒരു ഓർഡർ കീപ്പ് ചെയ്യേണ്ടതും ഒക്കെ സ്പീക്കറുടെ ജോലിയാണ്. അതുപോലെ രണ്ടാമത്തത് ഡിസൈഡിങ് ഓൺ ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ആൻറ്റി ഡിഫെക്ഷൻ ലോ. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് സ്പീക്കറിന് ലോക്സഭാ മെമ്പേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ദ സ്പീക്കർ ഹാസ് ദ അതോറിറ്റി ടു ഡിസൈഡ് ഡിസ്ക്വാളിഫിക്കേഷൻ കേസസ് അണ്ടർ ദ 10th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10ാമത്തെ ഷെഡ്യൂൾ അനുസരിച്ച് സ്പീക്കറിന് ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ എനി 2 powers ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിൻ്റെ 2 പവേഴ്സ്. ആൻസേഴ്സ് നോക്കാം. ആക്ട്സ് ആസ് ദി എക്സ് ഒഫിഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫിഷ്യോ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് വൈസ് പ്രസിഡൻ്റ് ആണ് രാജ്യസഭാ മീറ്റിംഗ്സ് ഒക്കെ പ്രിസൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് ആക്ട്സ് ആസ് ദ പ്രസിഡന്റ് ഇൻ കേസ് ഓഫ് വേക്കൻസി. ഇഫ് ദ പ്രസിഡൻറ്റ്സ് ഓഫീസ് ബിക്കംസ് വേക്കൻറ്റ് ദ വൈസ് പ്രസിഡന്റ് അസ്യൂംസ് ദ റോൾ ഓഫ് പ്രസിഡന്റ് ടെമ്പററി. പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആവുകയാണ്, എന്തെങ്കിലും കാരണം ഉണ്ടാവും, അതായത് ഇംപീച്ച്മെൻറ്റ് നടക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റ് രാജിവെക്കാം, പ്രസിഡൻറ്റിന് മരണം സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആണെങ്കിൽ പ്രസിഡൻറ്റിന് പകരം വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യം. ഡിസ്ക്രൈബ് എനി 2 ഇൽ എഫക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺ ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം കാരണം സംഭവിച്ച 2 ഇൽ എഫക്റ്റുകൾ പറയാനാണ്. 1 എയർ പൊല്യൂഷൻ, 2 വാട്ടർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞാൽ ഫാക്ടറീസൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ SO2 പോലെയുള്ള പൊല്യൂട്ടൻസുകളൊക്കെ റിലീസ് ചെയ്യും. അത് സ്മോഗിന് കാരണമാകും. അത് പിന്നീട് റെസ്പിറേറ്ററി ഡിസീസുകളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇനി വാട്ടർ പൊല്യൂഷൻ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ റിവേഴ്സിലേക്കൊക്കെ ഇട്ട് റിവേഴ്സൊക്കെ കണ്ടാമിനേറ്റഡ് ആവും, ലേക്സ് ഒക്കെ കണ്ടാമിനേറ്റഡ് ആവും. അത് അക്വാട്ടിക് ലൈഫിന് ഹാംഫുൾ ആവും. ഇനി 37ാമത്തെ ചോദ്യത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് എനി 2 ഇൽ എഫക്ട്സ് ഓഫ് അർബനൈസേഷൻ ഓൺ ദി എൻവയോൺമെൻറ്റ്. അർബനൈസേഷൻ കാരണം എൻവയോൺമെൻറ്റിൽ സംഭവിക്കുന്ന ഇൽ എഫക്ട്സ് എന്തൊക്കെയാണ്?
ഒന്ന് ഡീഫോറസ്റ്റേഷൻ. എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ് ലീഡ്സ് ടു ദ കട്ടിംഗ് ഡൗൺ ഓഫ് ഫോറസ്റ്റ് അഫക്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി. അതായത് സിറ്റികളൊക്കെ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് മരങ്ങളൊക്കെ മുറിക്കാൻ കാരണമാവുകയും അത് ഡീഫോറസ്റ്റേഷന് വനനശീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്തത് ഒരു പോയിന്റ് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് വേസ്റ്റ് ജനറേഷൻ. ഒരുപാട് മാലിന്യങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടും. അർബൻ ഏരിയാസ് ഒരുപാട് വേസ്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് പൊല്യൂഷന് കാരണമാകും, ഹെൽത്ത് ഹസാർഡ്സിന് കാരണമാകും. 38. സജസ്റ്റ് എനി 2 മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള 2 മെഷേഴ്സ്. അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ ആണ് ഒന്നാമത്തെ മെത്തേഡ്. പ്ലാന്റിംഗ് മോർ ട്രീസ് ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഇംപ്രൂവ് എയർ ക്വാളിറ്റി. കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയ്ക്കായിട്ട് നമ്മൾ കൂടുതൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക, അങ്ങനെ എയർ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുനരുപയോഗിക്കാവുന്ന എനർജിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സോളാർ എനർജിയൊക്കെ ഉപയോഗിക്കുക, ഫോസിൽ ഫ്യൂവൽസിനൊക്കെ പകരമായിട്ട്. അപ്പോൾ പൊല്യൂഷനൊക്കെ കുറയ്ക്കാനും സാധിക്കും. ഇനി അടുത്ത ചോദ്യം, സജസ്റ്റ് എനി 2 മെഷേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ഗുഡ് ഗവർണൻസ്. ഗുഡ് ഗവർണൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ് പോളിസികളിലൊക്കെ നല്ല ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അതായത് ജനങ്ങൾക്കൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതൽ അവൈലബിൾ ആക്കുക. 2, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക. ജനങ്ങളുടെ പ്രാതിനിധ്യം കൂടുതലായിട്ട് കൊണ്ടുവരിക, അവരുടെ പങ്കാളിത്തം കൂടുതലായിട്ട് കൊണ്ടുവരിക. അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ കൂടി പങ്കെടുപ്പിക്കുക. ഇനി 39th ക്വസ്റ്റ്യൻ. ഷോ ദി ഇമ്പോർട്ടൻസ് ഓഫ് രാജ്യസഭ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 എക്സാമ്പിൾസ്. രാജ്യസഭയുടെ ഇമ്പോർട്ടൻസ് 2 എക്സാമ്പിളിലൂടെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, റെപ്രസെൻറ്റ്സ് ദ സ്റ്റേറ്റ്സ്. രാജ്യസഭ സ്റ്റേറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രാജ്യസഭ എൻഷുവേഴ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ്. നിയമനിർമ്മാണ കാര്യത്തിൽ രാജ്യസഭ സ്റ്റേറ്റുകളുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു. 2, ആക്ട്സ് ആസ് എ റിവൈസിംഗ് ഹൗസ്. രാജ്യസഭ ഒരു റിവൈസിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് റിവ്യൂസ് ആൻഡ് സജസ്റ്റ് അമെൻമെൻറ്റ്സ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. ലോക്സഭ പാസ് ചെയ്യുന്ന ബില്ലുകളൊക്കെ റിവ്യൂ ചെയ്യുകയും അമെൻമെൻ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതും ഒരു ഇമ്പോർട്ടൻസ് ആണ്. ക്വസ്റ്റ്യൻ 40. എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ റിമൂവലിനെ സംബന്ധിച്ച പ്രോസസ്സ്. The president can be removed by impeachment for violating the constitution. ഭരണഘടന ലംഘിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. The process starts in either house of parliament with a resolution signed by at least 1/4 of its members. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഇംപീച്ച്മെൻ്റ് എന്നൊരു പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞുല്ലോ, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഹൗസിൽ വേണമെങ്കിലും ആവാം. പാർലമെൻറ്റിലെ രാജ്യസഭയിലോ ലോക്സഭയിലോ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സഭയിലെ 4/1 മെമ്പേഴ്സെങ്കിലും സൈൻ ചെയ്തൊരു റെസല്യൂഷൻ സഭയിൽ, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ്റെ പക്കൽ, ലോക്സഭയിലാണ് സ്പീക്കറിൻ്റെ പക്കൽ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ദ റെസല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ 2/3 മജോറിറ്റി ഇൻ ബോത്ത് ഹൗസസ്. 2 ഹൗസസിലെയും 2/3 മജോറിറ്റി ആളുകൾ ഈ പ്രമേയം പാസ്സാക്കണം. ഇനി ഈ ഒരു പ്രമേയം പാസ്സായി എന്നതുകൊണ്ട് പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഒന്നും മിസ്സാവില്ല. ദ പ്രസിഡന്റ് ഗെറ്റ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡിഫെൻഡ് ദംസെൽസ് ബിഫോർ റിമൂവൽ. അതായത് ഒരു കാരണം ഉണ്ടാവുമല്ലോ റിമൂവ് ചെയ്യുന്നതിന്, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പ്രസിഡന്റിന് അവസരവുമുണ്ട്. ഇനി 40th ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 2 എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ ബീയിങ് എ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കാൻ വേണ്ട 2 ക്വാളിഫിക്കേഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഈ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. 2, ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 35 years ഓൾഡ്. 35 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. ഇന്ത്യക്കാരനായ 35 വയസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു ക്വാളിഫിക്കേഷൻസ് ഒക്കെ പഠിക്കണം. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ചോദിക്കാനും വഴിയുണ്ട്. ഓക്കെ, ഇനി 41th ചോദ്യം. അനലൈസ് ഇല്ലിറ്ററസി ആസ് എ ഹിൻഡ്രൻസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. ഇല്ലിറ്ററസി എന്ന് പറയുന്നത് നല്ല പബ്ലിക് ഒപ്പീനിയനുകൾ ഉണ്ടാവുന്നതിന് തടസ്സമാണെന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ
ഒന്ന് നമുക്ക് പറയാം ലാക്ക് ഓഫ് അവയർനെസ്. ഇല്ലിറ്ററേറ്റ് പീപ്പിൾ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ഗവൺമെൻറ് ഒരു പോളിസി ഇറക്കിയാലോ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായാലോ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവില്ല. അതൊരു വലിയ തടസ്സമാണ് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ. അടുത്തത് ഈസിലി മിസ്ലീഡ്. ഇവരെ ഈസിലി മിസ്ലീഡ് ചെയ്യാൻ പറ്റും. അതായത് അവർ എപ്പോഴും മിസ്ഇൻഫർമേഷൻസിനോട് വൾണറബിൾ ആണ്. അപ്പോൾ പുവർ ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ പോവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അവരെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അവർക്ക് തെറ്റായ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷനിലൊക്കെ അവർ തെറ്റായ ചോയ്സുകളൊക്കെ തിരഞ്ഞെടുക്കാം. 42ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ. ഇന്ത്യൻ ഫെഡറേഷൻ്റെ 2 ഫീച്ചേഴ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാം ഡിവിഷൻ ഓഫ് പവേഴ്സും ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയും. ഡിവിഷൻ ഓഫ് പവേഴ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ്സ് പവർ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇടയിലായിട്ട് അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ദ സുപ്രീം കോർട്ട് എൻഷുവേഴ്സ് ദ ബാലൻസ് ഓഫ് പവർ ആൻഡ് റിസോൾവ്സ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത്, ഒരു ബാലൻസ് ഓഫ് പവർ എൻഷുർ ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ ഫെഡറേഷൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ കഴിയുന്നത്. 2 ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 എഴുതുന്നുള്ളൂ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദി നേച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ. ഇന്ത്യൻ ഫെഡറേഷൻ്റെ നേച്ചർ, അതൊരു ഓർക്കസ്ട്രൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഇന്ത്യ ഫോളോസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. മീനിങ് ഇറ്റ് ഹാസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ഫെഡറൽ ആൻഡ് യൂണിറ്ററി സിസ്റ്റം. അതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് ഫെഡറൽ ഫീച്ചറും ഉണ്ട്, യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. While powers are divided between the center and the states, the central government has more control in times of emergency. കൂടുതൽ അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കിടയിൽ വിഭജിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് കൂടുതൽ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെയാണ്. ഓക്കെ, ഇനി 43ാമത്തെ ചോദ്യം, അനലൈസ് ദ പോളിസി ഓഫ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ് ആസ് എ കൺസേൺ ഓഫ് അവർ ഫോറിൻ പോളിസി. നമ്മൾ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് പുതിയ ഫ്രണ്ട്സ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കൺസേൺ എന്തൊക്കെയാണ്? സ്ട്രെങ്തനിങ് ഡിപ്ലോമാറ്റിക് റിലേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ അവിടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്ത്യ മെയിൻറ്റെയിൻസ് ഫ്രണ്ട്ലി ടൈസ് വിത്ത് വേരിയസ് കൺട്രീസ് ടു പ്രൊമോട്ട് പീസ് ആൻഡ് കോപ്പറേഷൻ. നമ്മളെപ്പോഴും സഹകരണത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കും. ദെൻ എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ്. ഗുഡ് റിലേഷൻസ് വിത്ത് അതർ നേഷൻ ഹെൽപ്പ് ഇൻ ട്രേഡ്, ഡിഫൻസ് ആൻഡ് ഗ്ലോബൽ സ്റ്റെബിലിറ്റി. അതായത് ട്രേഡ്, ഡിഫൻസ്, ഗ്ലോബൽ സ്റ്റെബിലിറ്റിയിലൊക്കെ നല്ല ബന്ധങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി 44ാമത്തെ ചോദ്യം, അസസ് ദി ഇമ്പാക്റ്റ് ഓഫ് എനി 2 എഫേർട്സ് മെയ്ഡ് ബൈ ഇന്ത്യ ടു നോർമലൈസ് റിലേഷൻസ് വിത്ത് പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന 2 എഫേർട്ടുകൾ ഏതൊക്കെയാണ്? പീസ് ടോക്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ്, സമാധാന ചർച്ചകളും എഗ്രിമെൻറ്റുകളും. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എൻഗേജ്ഡ് ഇൻ മൾട്ടിപ്പിൾ പീസ് ടോക്സ് ലൈക്ക് ദ ഷിംല എഗ്രിമെൻറ്റ് ആൻഡ് ആഗ്ര സമ്മിറ്റ്. ഷിംല എഗ്രിമെൻറ്റ് പോലെ ആഗ്ര സമ്മിറ്റ് പോലെയുള്ള പീസ് ടോക്സുകളും ഒക്കെ ഇന്ത്യ ചെയ്യാറുണ്ട്. ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. Efforts such as opening trade routes and people-to-people diplomacy have improved relations. കച്ചവടങ്ങളാണെങ്കിലും സാംസ്കാരികപരമായിട്ടുള്ള കൈമാറ്റങ്ങളാണെങ്കിലും ഒക്കെ ട്രേഡ് റൂട്ടൊക്കെ ഓപ്പൺ ചെയ്യുകയും പീപ്പിൾ ടു പീപ്പിൾ ഡിപ്ലോമസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മീഡിയേഷൻ ആക്ടിവിറ്റീസ് ഓഫ് UN. യുഎന്നിൻ്റെ മീഡിയേഷൻ ആക്ടിവിറ്റീസിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ദ UN mediates disputes between nation to prevent wars. യുദ്ധങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UN എപ്പോഴും തർക്കങ്ങളൊക്കെ രാജ്യങ്ങൾ തമ്മിലുണ്ടാവുന്ന സമയത്ത് അതിനെ മീഡിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ എൻഷുറിങ് ഗ്ലോബൽ സ്റ്റെബിലിറ്റി ത്രൂ ഡിപ്ലോമാറ്റിക് എഫേർട്സ് ദ UN പ്രൊമോട്ട്സ് പീസ് ആൻഡ് സെക്യൂരിറ്റി വേൾഡ് വൈഡ്. അതായത് ഡിപ്ലോമാറ്റിക് എഫേർട്സിലൂടെ UN എപ്പോഴും സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്സ് എടുക്കാറുണ്ട്. Question 46, state any 2 purpose of United Nations. യുണൈറ്റഡ് നേഷൻ്റെ 2 പർപ്പസ്. മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, തർക്കങ്ങളൊക്കെ മീഡിയേറ്റ് ചെയ്തുകൊണ്ട്. 2, പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ്. ദി UN അപ്ഹോൾഡ്സ് ഹ്യൂമൻ റൈറ്റ്സ് ത്രൂ
ഡിക്ലറേഷൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ലോസ്, അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഡിക്ലറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് UN എപ്പോഴും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുകയാണ്. നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി 2 points ഓഫ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പ്. കോംപ്ലിമെൻ്ററി നേച്ചർ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷൂസ് ഇൻഡിവിജ്വൽ ലിബർട്ടി വൈൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എയിംസ് ഫോർ സോഷ്യോ ഇക്കണോമിക് ജസ്റ്റിസ്. ടുഗദർ ദേ ഫോം ദ മോറൽ ആൻഡ് ലീഗൽ ബാക്ക് ബോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എപ്പോഴും ഇൻഡിവിജ്വൽ ലിബർട്ടി എൻഷുർ ചെയ്യുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ജസ്റ്റിസിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ ഇവ രണ്ടും മോറൽ ആൻഡ് ലീഗൽ ബാക്ക് ബോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി മ്യൂച്വൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്ട്രെങ്തൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആക്കാം, അതായത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അത് ഫ്രീ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ മ്യൂച്വൽ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നടപ്പിലാക്കുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ലക്ഷ്യങ്ങളും സാധ്യമാവും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ 3 പവേഴ്സ് ആൻഡ് ഫങ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1. കണ്ടക്ട്സ് ഇലക്ഷൻ. ഓർഗനൈസ് ഇലക്ഷൻ ഫോർ പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ദി ഓഫീസസ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. പാർലമെൻറ്റിലേക്ക്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക്, പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലേക്ക്, വൈസ് പ്രസിഡൻറ്റ് ഓഫീസിലേക്കൊക്കെ ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. 2. സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾസ് ഇലക്ഷൻ പ്രോസസ്സ്. ഇലക്ഷൻ പ്രക്രിയയെ സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നത് എൻഷുർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. 3. രജിസ്റ്റേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നിഷൻ നൽകുകയും അവർക്ക് സിമ്പിൾസ് ഒക്കെ അലോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 ടെക്നിക്സ് ഓഫ് ക്യാമ്പയിനിങ് ഡ്യൂറിങ് എലക്ഷൻസ്. പബ്ലിക് റാലീസ് ആൻഡ് മീറ്റിംഗ്സ് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. ലീഡേഴ്സ് അഡ്രസ് ലാർജ് ഗ്യാതറിങ്സ് ടു പ്രൊമോട്ട് ദെയർ പാർട്ടി. മീഡിയ ക്യാമ്പയിൻ ചെയ്യാം. യൂസ് ഓഫ് ടെലിവിഷൻ, റേഡിയോ ആൻഡ് സോഷ്യൽ മീഡിയ ഫോർ ഔട്ട്റീച്ച്. 3rd, ഡോർ ടു ഡോർ ക്യാമ്പയിനിങ്. വീട് വീടാന്തരം കയറി ഇറങ്ങി അങ്ങനെ പേഴ്സണൽ കോൺടാക്ട് വിത്ത് വോട്ടേഴ്സ് ടു ഗെയിൻ സപ്പോർട്ട്. ഇനി 49th ക്വസ്റ്റ്യൻ, അസസ് ദി പൊസിഷൻ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ പൊസിഷൻ അസസ് ചെയ്യാൻ. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഹെഡുമാണ്, അതുപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുമാണ്. ഇനി ഹി ഓർ ഷീ ലീഡ്സ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ലീഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അഡ്വൈസ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യും. ആൻഡ് പ്ലേസ് എ കീ റോൾ ഇൻ പോളിസി മേക്കിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പോളിസി മേക്കിങ്ങിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ ഒരു കീ റോളുണ്ട്. ഇനി അടുത്തത്, അനലൈസ് ദ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. The Council of Ministers is collectively responsible to the ലോക്സഭ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ലോക്സഭയോട് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്, അവർക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇനി അടുത്തത്, ഇഫ് ദ ലോക്സഭ പാസസ് എ നോ കോൺഫിഡൻസ് മോഷൻ. ലോക്സഭ ഒരു അവിശ്വാസ പ്രമേയം പാസ് ചെയ്താൽ ദ എൻറ്റയർ കൗൺസിൽ മസ്റ്റ് റിസൈൻ. ആ കൗൺസിൽ മൊത്തം രാജിവെക്കേണ്ടതായിട്ട്, റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ദിസ് എൻഷുവേഴ്സ് യൂണിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്. ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിനൊരു യൂണിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഉണ്ടാവും. 50th ക്വസ്റ്റ്യൻ, അനലൈസ് എനി 3 എഫക്ട്സ് ഓഫ് നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസിയുടെ 3 എഫക്റ്റ്. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യും. പക്ഷേ എക്സെപ്റ്റ് ആർട്ടിക്കിൾസ് 20 and 21. ആർട്ടിക്കിൾ 20, 21 സസ്പെൻഡ് ചെയ്യില്ല. അതർ റൈറ്റ്സ് മേ ബി സസ്പെൻഡഡ്. അടുത്തത്, സെൻട്രലൈസേഷൻ ഓഫ് പവർ. ദ യൂണിയൻ ഗവൺമെൻറ് ഗെയിൻസ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ് സബ്ജക്ട്സ്. യൂണിയൻ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് സബ്ജക്ട്സിൻ്റെ മേലെ കൺട്രോൾ കിട്ടും.
എക്സ്റ്റൻഷൻ ഓഫ് പാർലമെൻറ്റ്സ് ടെന്യൂർ, പാർലമെൻറ്റിൻ്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യും. ദ ലോക്സഭ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ 1 year അറ്റ് എ ടൈം. ലോക്സഭയുടെ കാലാവധി 1 വർഷമൊക്കെ നീട്ടാൻ സാധിക്കും. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അനലൈസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യൻ ഫെഡറേഷൻ. ദ ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് എ സ്ട്രോങ് സെൻറ്റർ. ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ ഒരു സ്ട്രോങ് സെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ സെൻറ്റർ ഫോർ ഫിനാൻസ് ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ്. സ്റ്റേറ്റ് എപ്പോഴും ഫിനാൻസിനും ലോ എൻഫോഴ്സ്മെൻറ്റിനും ഒക്കെ സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഡ്യൂറിങ് എമർജൻസീസ് ദ സെൻറ്റർ അസ്യൂംസ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ സ്റ്റേറ്റ്സ്. എമർജൻസി കാലഘട്ടങ്ങളിലൊക്കെ സെൻറ്ററിന് സ്റ്റേറ്റ്സിനേക്കാൾ പവർ കൂടുതലുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 51. സ്റ്റേറ്റ് എനി 3 steps ടേക്കൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ചെക്ക് ദി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് എടുത്ത 3 സ്റ്റെപ്പുകൾ. ഇനാക്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്തു. എ കോംപ്രഹെൻസീവ് ലോ ടു കൺട്രോൾ പൊല്യൂഷൻ. ഇത് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കോംപ്രഹെൻസീവ് ലോ ആയിരുന്നു. 2 പ്രൊമോഷൻ ഓഫ് റിന്യൂവൽ എനർജി. റിന്യൂവൽ എനർജിയെ പ്രൊമോട്ട് ചെയ്തു. അതായത് സോളാർ എനർജിയിലും വിൻഡ് എനർജിയിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അടുത്തത് സ്വച്ഛ ഭാരത് അഭിയാൻ, എ നാഷണൽ ക്യാമ്പയിൻ ടു ഇംപ്രൂവ് സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്. ശുചിത്വവും സാനിറ്റേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള നാഷണൽ ക്യാമ്പയിൻ ആയിരുന്നു ഈ സ്വച്ഛ ഭാരത് അഭിയാൻ. അതും ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ക്വസ്റ്റ്യൻ 53. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സർവോദയ പ്രൊപ്പഗേറ്റഡ് ബൈ ഗാന്ധിസം. ഗാന്ധിസത്തിലെ സർവോദയ എന്ന കോൺസെപ്റ്റ്. സർവോദയ മീൻസ് വെൽഫെയർ ഓഫ് ഓൾ, അതായത് എല്ലാവരുടെയും ക്ഷേമമാണ് സർവോദയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോണ്ടഡ് ബൈ മഹാത്മാഗാന്ധി, ലേറ്റർ ഡെവലപ്ഡ് ബൈ വിനോബ ഭാവെ. മഹാത്മാഗാന്ധി പ്രൊപ്പോണ്ട് ചെയ്ത ആശയമാണ് സർവോദയ എന്ന് പറയുന്നത്. ഇത് പിന്നീട് വിനോബ ഭാവെ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് പ്രൊമോട്ട്സ് നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്സ് ആസ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ്. ഇതിൽ നോൺ വയലൻസിനെ കുറിച്ചാണ്, അഹിംസ, അതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ സത്യമാണ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് സർവോദയയിൽ കരുതുന്നത്. എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി ആൻഡ് വില്ലേജ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. സാമ്പത്തികപരമായിട്ട് എല്ലാ ഗ്രാമങ്ങളും സെൽഫ് സഫിഷ്യൻ്റ് ആവണം, സ്വയം പര്യാപ്തമാകണം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരാശയം. അടുത്തത് ട്രസ്റ്റിഷിപ്പ് കോൺസെപ്റ്റാണ്. വെൽത്തി ഇൻഡിവിജ്വൽസ് ഷുഡ് ആക്ട് ആസ് ട്രസ്റ്റീസ് ഫോർ സോഷ്യൽ ബെനിഫിറ്റ്സ്. സാമ്പത്തികപരമായ ഉന്നതിയിലുള്ള ഇൻഡിവിജ്വൽസൊക്കെ സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ട്രസ്റ്റികളായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് മാർക്സിസം ഇൻ ദി പ്രസൻറ്റ് ഡേ വേൾഡ്. ഇന്നത്തെ വേൾഡിൽ മാർക്സിസത്തിൻ്റെ റെലവൻസ് എന്താണ്? മാർക്സിസം റിമെയിൻസ് റെലവൻറ്റ് ഡ്യൂ ടു ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം, ഹൈലൈറ്റ്സ് എക്കണോമിക് ഇൻഈക്വാലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്. മാർക്സിസം എപ്പോഴും എക്കണോമിക് ഇൻഈക്വാലിറ്റിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്, വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ സോഷ്യലിസ്റ്റ് പോളിസികളാണ്. വെൽഫെയർ സ്കീംസ്, ലേബർ റൈറ്റ്സ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്സിസ്റ്റ് ഐഡിയാസ്. അപ്പോൾ മാർക്സിസ്റ്റ് ഐഡിയാസ് വന്നതോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എക്കണോമിയിലുണ്ടാവുന്നതിനെക്കുറിച്ചും വെൽഫെയർ സ്കീംസിനെക്കുറിച്ചും തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ചും ഒക്കെ വന്നത്. അപ്പോൾ അതിപ്പോഴും പ്രാധാന്യമുള്ളതാണല്ലോ. അതുപോലെ ക്ലാസ് സ്ട്രഗിൾസ്, ഗ്രോയിങ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ ഇൻ മോഡേൺ എക്കണോമീസ് അലയൻസ് വിത്ത് മാർക്സിസ്റ്റ് കൺസേൺസ്. അതായത് ഇപ്പോഴും ഈ പറയുന്നത് പോലെ റിച്ച് ആൻഡ് പുവർ തമ്മിൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം നിലനിൽക്കുമ്പോൾ മാർക്സിസത്തിന് പ്രാധാന്യമുണ്ട്. ഇനി 54. ഡിസ്ക്രൈബ് ദി കോമ്പോസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കോമ്പോസിഷനും പവേഴ്സും. കോമ്പോസിഷൻ: 15 മെമ്പേഴ്സ്, 5 പെർമനൻറ്റ്. 5 പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് USA, UK, റഷ്യ, ചൈന, ഫ്രാൻസ് ആണ്. ഇങ്ങനെ 5 പെർമനൻറ്റ് മെമ്പേഴ്സും 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും ഉണ്ട്. അവർ 2 വർഷത്തേക്ക് ഇലക്റ്റഡ് ആണ്. അങ്ങനെ മൊത്തം 15 മെമ്പേഴ്സാണുള്ളത്. പെർമനൻറ്റ് മെമ്പേഴ്സിന് വീറ്റോ പവറും ഉണ്ട്. ഇനി പവേഴ്സ് പറയുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ പീസ്, അതായത് അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക. അതുപോലെ ഓതറൈസിങ് മിലിറ്ററി ആക്ഷൻസ് ഒക്കെ ഓതറൈസ് ചെയ്യുക. റെക്കമെൻഡിങ് സെക്രട്ടറി ജനറലിനെ റെക്കമെൻഡ് ചെയ്യുക. ഇതൊക്കെ ഈ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പവറാണ്. ഇനി ഡിസ്ക്രൈബ് ദി കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് PSCയുടെ കോമ്പോസിഷനും ഫംഗ്ഷനുമാണ്. കോമ്പോസിഷൻ പറഞ്ഞാൽ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്.
സ്റ്റേറ്റ് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഇതിൽ ഏതാണ് ആദ്യമാവുന്നത് എന്നതനുസരിച്ചിരിക്കും. ഫങ്ഷൻസ്: റിക്രൂട്ട്മെൻറ്റ്, കണ്ടക്ട്സ് എക്സാം ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സ്. ഒന്നാമത്തെ ഫംഗ്ഷൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലികളിലേക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അടുത്തത് അഡ്വൈസറി റോള്. അഡ്വൈസ് ദ ഗവർണർ ഓൺ പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻ. ഗവർണറിനെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസിപ്ലിനറി ആക്ഷനൊക്കെ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുക. അതുപോലെ സേഫ് ഗാർഡ്സ് സിവിൽ സർവീസസ്. എൻഷുർ ഫെയർ ഹയറിംഗ് ആൻഡ് ജോബ് സെക്യൂരിറ്റി. ഫെയർ ഹയറിങ്ങും ജോബ് സെക്യൂരിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തി സിവിൽ സർവീസസിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഈ ഒരു അപ്രോച്ച് ആയിരിക്കണം നമ്മൾ എക്സാമിൽ പിന്തുടരേണ്ടത്. ഓൾ ദി ബെസ്റ്റ്.